ഹായ് ഹലോ നമസ്കാരം. നിങ്ങൾ ഇത്രയും കാലം ഞാൻ എന്താ വീഡിയോ ഇടാത്തെന്ന് വിചാരിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പൊ പുതിയ വീഡിയോ നമ്മൾ കുറച്ച് ദിവസമായിട്ട് കോട്ടയത്തായിരുന്നിട്ടാ. അതാണ് നമ്മൾ മുന്നോട്ട് വന്നത്. അപ്പൊ മറക്കണ്ട, നിങ്ങൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ബെല്ലൈക്കൻ നിൽക്കുക കേട്ടോ. പിന്നെ സബ്സ്ക്രൈബറും കൊടുക്കുക. നിങ്ങളുടെ കൂടെ പഠിച്ച ആളുകൾക്ക്, അതല്ലേ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പിൽ, അവിടെയൊക്കെ ഒന്ന് നമ്മളെ ചാനൽ ഷെയർ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഈ തലമുറക്ക് വരുന്ന ചെറിയ യൂട്യൂബറും കൂടിയാണ്. മറക്കണ്ട, നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം. എന്നാലും കയറി സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പൊ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും കിടക്കാം. നമ്മളൊന്ന് കോട്ടയത്തുള്ള വിഷയങ്ങൾക്ക് തരികയാണ്. ഓക്കെ, വീഡിയോയിലേക്ക് കിടക്കാം. ഹായ് മച്ചാമാരെ, നമ്മളിന്ന് കോട്ടയത്താണ്. നമ്മുടെ സുഹൃത്ത് അപ്പു, അവന്റെ അനിയനൊക്കെ ഉണ്ട് കേട്ടോ വീഡിയോയില്. അപ്പുവിന്റെ നാട്ടിലാണ്, കോട്ടയത്താണ്. അരുവികുഴി എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. കോട്ടയത്തുനിന്ന് ഒരു 19 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ് ഇപ്പൊ നമ്മളുള്ളത്. അത് വാട്ടർഫോൾസ് ഞാൻ അപ്പുനോട് പറഞ്ഞപ്പോ അപ്പു പറഞ്ഞു, നീ ഒന്ന് ഇവിടെ വന്ന് നോക്ക്, ഇവിടെ നിന്റെ ചാനലില് വീഡിയോ ഇട്ടാ നീ റീച്ച് ആവും. ഞാൻ ചോദിച്ചു അപ്പു എന്താണ് കാരണമെന്ന്. അപ്പു പറഞ്ഞത്, പൊന്നു ബ്രോ, നിങ്ങളുടെ നാട്ടിലും ഇതുപോലെ വാട്ടർഫോൾസ് കാണും, പക്ഷേ ഇവിടുത്തെ വാട്ടർഫോൾസ് വേറെ ലെവലാണ്. കാരണം ഇത് കോട്ടയത്ത് നിന്ന് മാറി അരുവിക്കുഴി എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. അപ്പോ അപ്പുവിനോട് ചോദിച്ചപ്പോ നമുക്ക് അരുവിക്കുഴി പോവല്ലേ എന്നാണ് അപ്പുവിനോട് ചോദിച്ചത്. ഞാൻ കോട്ടയത്ത് പോയപ്പോ അടിപൊളി സ്ഥലമാണ്, ബ്രോക്ക് പറ്റും, ബ്രോന്റെ ചങ്ങായിമാർക്ക് പറ്റും, എല്ലാവർക്കും പറ്റും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്താ വിശേഷം എന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ അടിപൊളി വാട്ടർഫോൾസ് ഉണ്ട്. ഇതുവരെ കോട്ടയം ജില്ലയിൽ ഒരുപാട് ആൾക്കാർ, കോട്ടയത്തിലെ ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ മലപ്പുറം ജില്ലയിൽ നിന്ന് ഒരു വ്യക്തിയെ കാണത്തുള്ളൂ. അതും മലപ്പുറം ജില്ലയിൽ നിന്ന് പോത്തുകൽ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് ഞാൻ. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഈ അരുവിക്കുഴി എന്ന് പറയുന്ന സ്ഥലത്തോട്ട് യാത്ര തുടങ്ങിയത്. എന്റെ സുഹൃത്ത് അപ്പു, അവന് അനിയനും കിട്ടും. അനിയൻ 5ാം ക്ലാസ്സിലാണ്. അവനാണെങ്കിൽ നമ്മുടെ ക്യാമറയുടെ മുമ്പിൽ നിന്ന് മാറത്തില്ല. ക്യാമറ കിട്ടിയപ്പോ, ഞാൻ ഈ ക്യാമറ ഷൂട്ട് തുടങ്ങിയപ്പോ തന്നെ അവനെ മാറ്റി നിർത്താൻ പലപ്പോഴും ശ്രമിച്ചെങ്കിലും അവൻ മാറിയില്ല. എന്തായാലും വീഡിയോ അടിപൊളിയാണെന്ന് പറഞ്ഞ് അവനെ ഒന്ന് പ്രൊമോഷൻ ആക്കി. അവന്റെ അടുത്ത് പറഞ്ഞു, എടാ നീ മറക്കല്ലോ നമ്മുടെ ചാനൽ ചേട്ടനെ കൊണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കാൻ എന്ന് പറഞ്ഞപ്പോ അവൻ പറയുന്ന വാക്ക് കേട്ടോ, ബ്രോ പേടിക്കണ്ട, ബ്രോന്റെ ചാനല് ഞങ്ങള് വീട്ടിലെല്ലാവരും കാണാറുണ്ട്, അതുപോലെ ഏട്ടനും കാണാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പോ തന്നെ എന്റെ മനസ്സിലൊരു പവർ വന്നു. പവർ കാരണം വരുമല്ലോ, അതങ്ങനെയാണല്ലോ. അപ്പോ ഇവിടെ ഈ അരുവിക്കുഴി എന്ന് പറയുന്ന സ്ഥലത്ത്, അതായത് കോട്ടയത്ത് നിന്ന് ഒരു 19 കിലോമീറ്റർ മാറിയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ പൊന്നാര മക്കളെ, ഒരുപാട് ആളുകള് പല ജില്ലകളിൽ നിന്നും വന്നിട്ടുണ്ട്. മലപ്പുറം ജില്ല, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ അടിപൊളി, വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ ആണ്. ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പൊ ഞാന് നമ്മുടെ അപ്പു വിളിച്ചപ്പോഴാണ് ഞാൻ അപ്പുവിനോട് പറഞ്ഞടാ, നീ ഇങ്ങോട്ട് വാ, മലപ്പുറം ജില്ലയിൽ നിലമ്പൂര് ഒരുപാട് വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞു അവനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അപ്പു പറഞ്ഞു, നിങ്ങൾ ഇങ്ങോട്ട് വാ, ഇവിടെ ഏതാണ് അരുവികുളുണ്ട്, അതുപോലെ അരുവിക്കുഴി ഉണ്ട്, അതുപോലെ കുറെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വാട്ടർഫോൾസ് ഒക്കെ ഉണ്ടെന്നോ. അപ്പൊ അരുവിക്കുഴി പോവാന്നുള്ള മാറ്ററിലായിരുന്നു. അപ്പൊ അവൻ വിളിച്ചു, അരുവിക്കുഴി പോയിട്ട് വരാമെന്ന് പ്രതീക്ഷിച്ച്. ഇന്നത്തെ ഫുഡൊക്കെ അദ്ദേഹത്തിന്റെ വീട്ടിലാട്ടോ, അപ്പുവിന്റെ വീട്ടിലാണ്. അപ്പോ അപ്പുവിന്റെ അനിയന് നമുക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ഇരിക്കുന്നുണ്ട്. അപ്പോ അപ്പുവിനോട് പറഞ്ഞു, ഏത് ഫുഡാണോ വേണ്ടെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു സാധാ ചോറ് മതി, എന്നും ബിരിയാണി, മന്തിയും പിന്നെ അൽഫാം ഇതൊക്കെ അല്ലേ നട്ടുന്ന് കഴിക്കുന്നത്. അപ്പോ അപ്പുവിനോട് പറഞ്ഞപ്പോ അപ്പു പറഞ്ഞു, ആയിക്കോട്ടെ, ഇന്ന് സാധാ ചോറ് ആയിക്കോട്ടെ, നല്ല സാമ്പാറും അതുപോലെ പപ്പടം, പായസം ഇതൊക്കെ അടങ്ങിയിട്ട് സദ്യ കഴിച്ചാലോചിച്ചു. ഈ അരുവിക്കുഴി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ചാരിയിട്ട് ഒരു ഷോപ്പ് ഉണ്ട് കേട്ടാ, ഒരു ചേട്ടന്റെ ഷോപ്പാ. ആ ഷോപ്പില് നല്ല അടിപൊളി സദ്യയും കിട്ടും. വരുന്ന ആൾക്കാർ സദ്യ കഴിക്കാതെ പോരുതേ. അരുവിക്കുഴി എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. ഇടക്ക് മാറിപ്പോകുന്നുണ്ട്. അരുവിക്കുഴി എന്നാണ് ആ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ അരുവിക്കുഴി എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ വന്നപ്പോൾ വാട്ടർഫോൾസ്, എൻ്റെ നാട്ടില് പോത്തുകല്ല് എന്ന് പറയുന്ന പ്രദേശത്ത് ഞാൻ താമസം. അപ്പൊ അവിടെ ഒരു വാട്ടർഫോൾസ് ഉണ്ട്. മോശമൊന്നുമല്ല, അടിപൊളിയാണ്. പാതാറ് വാട്ടർഫോൾസ് ഇതുവരെ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഉണ്ടാവും, കണ്ടുപോകുക. അപ്പോ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ അവിടത്തേക്ക് ഒരു ലെവല് വാട്ടർഫോൾസ് ആയിരുന്നു അരുവിക്കുഴി എന്ന് പറയുന്ന സ്ഥലത്ത്, കോട്ടയത്ത്.
പിന്നെ ഇവിടെ ഒത്തിരി ആൾക്കാർ പല ജില്ലയിലും ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ആളുകൾ മുക്കാൽ ഭാഗം ഇവിടെ വന്നിട്ടുണ്ട് ട്ടാ. അപ്പൊ ഞാന് ഇത് ആദ്യമായിട്ടാണ് മലപ്പുറം ജില്ലയിൽ നിന്ന് പോത്തുകൽ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് ആദ്യമായിട്ടാണ് ഈ അരുവിക്കുഴി എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ വരുന്നത്. നമ്മൾ അപ്പുവാണല്ലോ വിളിക്കുന്നത്. അപ്പോ അപ്പുവിന്റെ അനിയനാണെങ്കിൽ അവിടെ തിണ്ടന്റെ മണ്ട കയറി നിന്നിട്ട് ബ്രോ ഞാൻ മാറൂല എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ അവനും കൂട്ടി. കാരണം ബ്യൂട്ടിഫുൾ ആണ്. നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ എൻജോയ്മെന്റ് ചെയ്യാൻ പറ്റും. പിന്നെ കോണ്ടാക്ട് നമ്പർ ഇടാട്ടോ, അപ്പുവിന്റെ കോണ്ടാക്ട് നമ്പർ ഇടാട്ടോ. നിങ്ങൾ ആർക്കെങ്കിലും പോകണം എന്നുണ്ടെങ്കിൽ അപ്പുവിനെ വിളിച്ചാൽ മതി, അവൻ കാണിച്ചു തരും ഇത് കറക്റ്റ് ലൊക്കേഷനും അതുപോലെ സ്ഥലങ്ങളൊക്കെ. പിന്നെ മറക്കണ്ട, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യട്ടോ.